നമസ്കാരം. ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു പ്രവാസിയുടെ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒരു പ്രവാസിയുടെ യാത്രയുമായി ഞാൻ എത്തി നിൽക്കുന്നത് ദുബായിലാണ്. ദുബായിലെ എല്ലാവർക്കും സുപരിചിതമായ ഒരു സ്ഥലമാണ് അൽറിഗ. അൽറിഗ ഉറങ്ങാത്ത ഒരു പ്രദേശം കൂടിയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക ജില്ല എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലെ മതിലകത്തിനടുത്തുള്ള പെരിഞ്ഞനം എന്ന ഗ്രാമത്തിൽ നിന്നും ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ മുഹമ്മദ് ബഷീറാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹം ഇന്ന് ID പോയിൻറ്റിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. ID പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും ക്ലിയർ ചെയ്തു കൊടുക്കുകയും ബിസിനസ് സൊല്യൂഷൻ നൽകുകയും ചെയ്യുന്ന ഒരു വലിയ സ്ഥാപനമാണ് ID പോയിൻറ്റ് ഡോക്യുമെൻറ്റ്സ് ക്ലിയറിംഗ്. അതിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ 30 വർഷത്തെ ജീവിത അനുഭവങ്ങളുമായി നമുക്ക് പങ്കുവയ്ക്കാം. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് മുഹമ്മദ് ബഷീറിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. മതിലകം പെരിഞ്ഞനമാണ് ജന്മദേശം. അതെ. ഉപ്പാക്ക് എന്ത് ജോലിയായിരുന്നു? ഉപ്പയും ഒരു പ്രവാസിയായിരുന്നു. ബോംബെയിലായിരുന്നു. അതെ. ഒരു 30 വർഷത്തോളം ബോംബെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതെല്ലാം അവസാനിപ്പിച്ചിട്ട് നാട്ടിൽ കുറച്ച് ആൾ ജീവിച്ചു. പിന്നെ ഹാർട്ട് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക്. അങ്ങനെ ഒരു 8 വർഷം 10 വർഷത്തിന് മുമ്പ് ആൾ നമ്മുടെ വീട്ടിൽ പിരിഞ്ഞു. മൂത്ത മകനാണ്. കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്? 4 മക്കളാണ്. 4 ആൺമക്കളാണ്. അതിൽ 3 പേര് ഇവിടെ ഉണ്ട്, UAE-ലുണ്ട്, ഒരാൾ നാട്ടിലുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ പെരിഞ്ഞനത്ത് തന്നെയായിരുന്നു? അതെ, പെരിഞ്ഞനം തൃശ്ശൂർ ജില്ലയിലായിരുന്നു ഫുള്ളായിട്ട് സ്കൂൾ വിദ്യാഭ്യാസം. അതിന് പുറത്ത് പോയിട്ടില്ല. പണ്ട് ബഷീർക്ക് ഇവിടേക്ക് വരുന്നത് ഒരു ടൈപ്പിസ്റ്റ് ആയിട്ടാണ്. അതെ, അറബിക് ടൈപ്പിസ്റ്റ്. അന്നത്തെ കാലത്ത് അറബിക് ടൈപ്പിസ്റ്റിന് വളരെ സാധ്യത കൂടുതലുള്ള സമയമായിരുന്നു. 1985 ആദ്യമായി അബ്ദുൽ സമദ് ടൈപ്പിംഗ് സെന്ററിലേക്ക് ഒരു ടൈപ്പിസ്റ്റ് ആയിട്ടാണ് ജീവിതം, ഒരു കരിയർ ആരംഭിക്കുന്നത്. അതെ അതെ. താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി അബ്ദുൽ സമദ് തന്നെയാണ്. തീർച്ചയായിട്ടും. ചാലക്കുടി സ്വദേശി. അതെ, ഒരു ജീവിതത്തിനൊരു നമ്മളൊരു വഴി കാണിച്ച് തന്ന അദ്ദേഹത്തിനോട് എപ്പോഴും നമ്മൾ ഒരു 14 വർഷം അവിടെ വർക്ക് ചെയ്തു. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തു. ടൈപ്പിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് ഒരു പക്ഷേ അവിടെ നിന്നാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹമാണ് എൻ്റെ ശരിയായ ടൈപ്പിങ്ങിന്റെ ഗുരു. അതെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അവിടെ നിന്ന് ഈ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അവിടുത്തെ കോണ്ടാക്ട്സും, ഗവൺമെന്റിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന പോളിസികളൊക്കെ നമുക്ക് മനഃപ്പാടമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആ 14 വർഷത്തെ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസിന് പകരം വെക്കാൻ ഒന്നുമില്ല. നമ്മൾ കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായി ആ ജോലിയോട് പരിശ്രമം നടത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. എത്രത്തോളമാണ് അവിടെ കഠിനാധ്വാനം ചെയ്തത്? അത്രത്തോളം എന്ന് പറഞ്ഞ് ഫസ്റ്റിൽ വന്ന സമയത്ത് നമ്മൾ സമയം നോക്കിയിട്ടല്ല ജോലി ചെയ്തിട്ടുള്ളത്. കാലത്ത് 7 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി 8:30-9 മണി വരെയും കണ്ടിന്യൂസ് ജോലി ചെയ്യുമായിരുന്നു. ജോലി ചെയ്യലും അതുപോലെ അത് പ്രാക്ടീസ് ആക്കലും കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കുറേ വർഷങ്ങൾ അങ്ങനെ ജോലി ചെയ്തിട്ട് ഇതിലൊരു സ്റ്റാൻഡ് വന്നപ്പോൾ സാധാരണ നിലയിൽ 9 hours 10 hours മാറിയത്. പക്ഷെ തുടക്കകാലത്തൊക്കെ ഒരുപാട് പരിശ്രമിക്കേണ്ടി വന്നു. നമുക്ക് നാട്ടിൽ നിന്ന് പഠിച്ചു കൊണ്ടുവന്ന ആ ഒരു മെത്തേഡ് അല്ല ഇവിടെ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ. അതുകൂടാതെ ഇവിടുത്തെ ഒരു ഡോക്യുമെന്റ്സ് ID സെക്ഷനിലേക്കെല്ലാം നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഗവൺമെന്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് സെന്ററിലെല്ലാം നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടുത്തെ ഓരോ നിയമവശങ്ങളും പഠിച്ചിരിക്കും. തീർച്ചയായിട്ടും. അതെ അതെ. അവിടേക്ക് വേണ്ടുന്ന ഡോക്യുമെന്റ്സ്, പ്രത്യേകിച്ച് ഇപ്പോഴാണ് എമിറേറ്റ്സ് ID വന്നത്. പക്ഷെ എമിറേറ്റ്സ് IDക്ക് വേണ്ട ഡോക്യുമെന്റ്സ്, നമ്മുടെ പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടിയിട്ടുള്ളത്, എല്ലാ ഗവൺമെന്റ് സംബന്ധമായ എല്ലാ പേർപ്പസിന്റെയും കാര്യങ്ങളെ കുറിച്ച് ഒരു അവയർനെസ്, നോളജ് ഉണ്ടായിരിക്കണം. അതെ അതെ. പൊതുവെ ടൈപ്പിംഗ് ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാരായിട്ടാണ് പബ്ലിക്കിന് കൂടുതൽ റിലേഷൻ ഉണ്ടാവുക. കാരണം മറ്റുള്ള ഓഫീസിലെല്ലാം നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മൾ ലേബറിലോ എമിറേഷനിലോ ചെന്ന് ഒരു നിയമം ചോദിച്ചാൽ അത് പൂർണ്ണത കിട്ടാൻ കുറച്ച് കാര്യങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. അപ്പോൾ നേരെ തിരിച്ച് നമ്മളെ അരികത്താണ് വരിക. വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മളോട് എല്ലാം ചോദിക്കും. നമ്മൾക്കറിയുന്ന വിധത്തിൽ ഒരുവിധം ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതിൽ ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരും വരുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അവർക്കൊക്കെ നമ്മളൊരു അഡ്വൈസ് കൊടുക്കാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് നല്ല ബന്ധങ്ങളെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ഒരു 14 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്
ഇന്ന് ID പോയിന്റ് എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കം കുറിക്കാൻ സാധിച്ചത്? അതെ. അതെങ്ങനെയായിരുന്നു? കാരണം 14 വർഷം എനിക്ക് നല്ല ഇതിലുള്ള ടൈപ്പിങ്ങിലായാലും എന്ത് കാര്യത്തിലായാലും ഒരുവിധം എക്സ്പീരിയൻസ് എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്കൊരു മനസ്സിലൊരു ആഗ്രഹം, സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം എന്നുള്ള ആഗ്രഹം മനസ്സിലുദിച്ചു. അങ്ങനെ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച് സംസാരിക്കാറുണ്ടായിരുന്നു, നമ്മളെ 2 ഫ്രണ്ട്സുകളായിട്ട്. അങ്ങനെ അതിൽ നിന്ന് ഒരു പുതിയകാവ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പുതിയകാവ് എന്നുള്ള സ്ഥലത്ത് ഉള്ള അബ്ദുസലാം എന്ന് പറഞ്ഞ വ്യക്തിയായിട്ടും പിന്നെ വാടാനപ്പള്ളിയിൽ നിയാസ് എന്നൊരു വ്യക്തിയായിട്ടും ഞാൻ നിരന്തരം ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് ഞങ്ങളിരുന്ന് സംസാരിച്ചു. അത് പെട്ടെന്ന് അതിനൊരു കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളെല്ലാം. അപ്പോൾ എനിക്ക് കുറേ ലോക്കൽസായിട്ടുള്ള കോൺടാക്ട്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ലോക്കൽസിനെ വിളിക്കണം. അയാൾ പറഞ്ഞു, ഓക്കെ ഞാൻ റെഡിയാണ്, ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിൽ, അന്ന് മുനിസിപ്പാലിറ്റിയാണ്, അന്ന് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടില്ല, മുനിസിപ്പാലിറ്റിയിലേക്ക് വരാൻ പറയും. ഞാൻ മുനിസിപ്പാലിറ്റി പോയി ലൈസൻസിനുള്ള കാര്യങ്ങൾ കൊടുക്കുകയും അതിൻ്റെ ഓഫീസ് തിരഞ്ഞെടുക്കുകയും പെട്ടെന്ന് തന്നെ 1 മാസം 2 മാസം കൊണ്ട് ഓഫീസാവുകയാണ്. അതാണ് ID പോയിന്റ്. അതെ, ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ ഒരു സംരംഭമാണ് ID പോയിന്റ്. അതെ. ID പോയിന്റ് വേറൊരു കാര്യം കൂടി ഉണ്ട്. ID പോയിന്റ് ആയിട്ടല്ല ഞാൻ തുടങ്ങുന്നത്, അൽറിക്ക ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് 1 ഷട്ടർ ഓഫീസാണ് ആദ്യം തുടങ്ങുന്നത്, ചെറിയ രീതിയിൽ. പിന്നെ അതിൻ്റെ ബ്രാഞ്ച് അവിടെ അതിൻ്റെ അടുത്ത് തന്നെ. കാരണം അന്ന് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നല്ല റഷായിരുന്നു, നമുക്ക് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരുന്നില്ല, രാത്രി 12 മണിക്കൊക്കെ അടച്ചിരുന്നത്. അങ്ങനെ അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ബ്രാഞ്ചും കൂടി വേണം. അങ്ങനെ ഞങ്ങൾ അതിനടുത്ത് തന്നെ ഒരു ബ്രാഞ്ച് തുടങ്ങി. ആ ബ്രാഞ്ചും ഇപ്പോൾ നിലവിലുണ്ട്. ഈ ആദ്യമായിട്ട് തുടങ്ങിയതും നിലവിലുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ബ്രാഞ്ച് ഞങ്ങൾ അൽക്കയിൽ ഗേറ്റ് അൽക്കൂസിൽ അവിടെയും തുടങ്ങിയിട്ടുണ്ടായി. അവിടെ ഓൾ ഇൻ വൺ ഡോക്യുമെന്റ്സ് ക്ലിയറിംഗ് എന്നാണ് എൻ്റെ പേര്. അത് പിന്നെ മാറ്റിയിട്ടാണ് ID. അതെ, അതിനുശേഷമാണ് ഈ ഓഫീസ് ID പോയിന്റ് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അതെ. പക്ഷെ നല്ലൊരു കൂട്ടായ്മയാണ് ഒരു സംരംഭത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. കാരണം ഒരു സായാഹ്നത്തിൽ സുഹൃത്തുക്കൾ തമ്മിലിരുന്ന് സംസാരിക്കുന്നു. കാരണം ഒരു ബിസിനസ് സംരംഭത്തിന്റെ തുടക്കം അവിടെ നിന്നാണ് കുറിക്കുന്നത്. ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന 3 പേർ, അതും കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്നവർ. നാട്ടിൽ വെച്ച് പരിചയമില്ലെങ്കിലും പക്ഷെ ഇവിടെ വന്ന് ആ സ്നേഹബന്ധം വളരെ വലുതായി എന്നുള്ളതാണ്. ബിസിനസ് സംരംഭത്തിന് ഏറ്റവും നല്ലത് നല്ല സൗഹൃദവും നല്ല സ്നേഹബന്ധവും. അങ്ങനെയുള്ള കൂട്ടായ്മകളാണ് പലപ്പോഴും വലിയ സംരംഭത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എത്രത്തോളമാണ് മിസ്റ്റർ സലാമും നിയാസുമായിട്ടുള്ള അങ്ങയുടെ സൗഹൃദം? ഞങ്ങൾ ഒരു ജ്യേഷ്ഠൻ അനുജന്മാരെന്നൊക്കെ പറയില്ലേ, സഹോദരങ്ങൾ എന്ന് പറയില്ലേ, എന്ന പോലെ അത് ഏറ്റവും നല്ല അടുത്ത കൂട്ടുകാരെ പോലെ ഒക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞങ്ങൾ ഈ കൂട്ടായ്മ നിലനിന്ന് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത് തന്നെയല്ല, ഞങ്ങൾ വേറെ ബിസിനസ് ഒരുപാട് റെസ്റ്റോറൻറ്റ് മേഖലകളിലും, അതെ, റെസ്റ്റോറൻറ്റ് മേഖലകളിലേക്കും തിരിഞ്ഞിട്ടുണ്ട്, ഇന്റീരിയർ ഡിസൈനിലേക്കും തിരിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നാട്ടിലും ഞങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. വളരെ അധികം എനിക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ല 2 പാർട്ട്നേഴ്സിന് കിട്ടിയതിൽ ഞാൻ സർവ്വശക്തനോട് എപ്പോഴും അൽഹംദുലില്ലാ പറയണം. സർവ്വസ്തുതിയും നിനക്കാണ് എന്നുള്ളൊരു വാക്ക് എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ട്. കാരണം നല്ല സൗഹൃദങ്ങളെ നമുക്ക് തന്നത് സഹോദരങ്ങളായി മാറുകയും അതിപ്പോ റൈറ്റും ലെഫ്റ്റുമായി ബഷീർക്കാടെ കൂടെ നിൽക്കുന്നു ഒരുമിച്ച്. കാരണം ഒരു പ്രയാസം വരുമ്പോൾ, ഒരു ദുഃഖം വരുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സുഹൃത്തുക്കൾ, നമുക്കൊരു താങ്ങും തണലായിട്ട് നിൽക്കുന്ന 2 പാർട്ട്നേഴ്സാണ് അബ്ദുൽ സലാമും നിയാസും. അവർ 2 പേരും ബഷീർക്കായെ കാണുന്ന ഒരു മൂത്ത സഹോദരന്റെ സ്ഥാനത്താണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. കാരണം ആ ഒരു റെസ്പോൺസിബിലിറ്റിയിലൂടെ അവരുടെ സ്നേഹത്തെ ഇന്നും പരിപാലിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു. അൽഹംദുലില്ലാ. അതുകൂടാതെ തന്നെ ഇന്ന് ഒരുപാട് മേഖലകളിൽ ബിസിനസ് സംരംഭത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഗവൺമെന്റിന്റെ നോംസുകളെ നമ്മൾ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ പോളിസികൾ ഡെയിലി മാറുന്നുണ്ട്. അത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അവയർനെസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ടൈപ്പിംഗ് സെന്റർ. ഡോക്യുമെന്റ്സ് ക്ലിയറൻസ് മാത്രമല്ല, ഇവിടെ ബിസിനസിന് ആവശ്യമായ സൊല്യൂഷനും കൊടുക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. സ്പോൺസർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഒരാൾ ഫ്രഷ് ആയിട്ട് വരുന്നു, ബിസിനസ് കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പുള്ളിക്ക് ഇപ്പോൾ വരുന്ന ആൾക്ക് ഒരു മനസ്സിലൊരു ഇത് ഉണ്ടാവും, ഇന്ന ബിസിനസ് എനിക്ക് തുടങ്ങണം. ഒരു എക്സാമ്പിൾ, ഒരു ജനറൽ ട്രേഡിംഗ് അല്ലെങ്കിൽ ഫുഡ് സ്റ്റെപ്പ് ട്രേഡിംഗ് തുടങ്ങണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഈവൻ ഓഫീസ് അടക്കം നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഓഫീസ് അടക്കം പിന്നെ സ്പോൺസർ എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ആക്കാൻ നമ്മൾക്ക് PROs ഉണ്ട്, അവരെല്ലാം പോയി നമ്മൾ ചെയ്ത് കൊടുക്കും.
അതുകൂടാതെ നമുക്ക് 3 രീതിയിലാണ് കമ്പനി ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നത് അല്ലേ? അതെ. ഒന്ന് LLC, അതെ, ഫുൾ ഓണർഷിപ്പ്, അതെ, പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ്. എസ്റ്റാബ്ലിഷ്മെന്റ്. LLC എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി. അതെ, അതെ. ലിമിറ്റഡ് ലിയാബിലിറ്റി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 51-49 പാർട്ട്ണർഷിപ്പാണ്. 51 ലോക്കലിന് പോവും, 49 നമ്മൾക്ക് ഫോറിനേഴ്സിന് കിട്ടും. അങ്ങനെയാണ് LLC. ഔട്ട് ഓഫ് കോർട്ടിൽ നമുക്ക് ആ എഗ്രിമെന്റ് 100% ആക്കാൻ പറ്റും. ഔട്ട് ഓഫ് അതായത് നമുക്ക് ഒരു മ്യൂച്വൽ എഗ്രിമെന്റ് നമുക്ക് വേറെ ഉണ്ടാക്കി വെക്കാൻ കഴിയും. പക്ഷേ നിയമപരമായിട്ട് 51-49 ആണ് എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ രണ്ടാമത്തത് ഫുൾ ഓണർഷിപ്പ്. ഫുൾ ഓണർഷിപ്പ് അത് ലോക്കലിൻ്റെ പേരിലുള്ള ഫുൾ ഓണർഷിപ്പ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വരും. പിന്നെ നമ്മൾക്ക് ലോക്കൽ ഏജൻറ്റ് അതായത് ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ട് നമ്മളെ പേരിൽ ലൈസൻസ് ഉണ്ടാവും. ലോക്കൽ ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണറായിരിക്കും. പുള്ളിക്ക് അവർ ലോക്കൽ സ്പോൺസർ എന്നുള്ള രീതിയിൽ മാത്രം പുള്ളി ഉണ്ടാവും. പുള്ളിക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാൻ മാത്രം. എല്ലാ ബിസിനസ്സും നമ്മളെ പേരിലായിരിക്കും. നമ്മൾക്കായിരിക്കും ഫുൾ പവർ ഉണ്ടാവുക. ഒരുപാട് ഒട്ടനവധി കമ്പനികൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു നേതൃത്വം കൊടുക്കാൻ സാധിച്ചു ഇക്കടെ. അതെ, അതെ, അതെ. കുറേ കമ്പനികൾ നമ്മളെ സ്പോൺസർഷിപ്പിൻ്റെ കീഴിലുണ്ട്. എനിക്ക് ഒരു 3-4 സ്പോൺസർഷിപ്പ് നമ്മളെ സ്പോൺസർമാർ നമ്മളെ കയ്യിലുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ നല്ല വിശ്വസിക്കാൻ പറ്റുന്ന നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും വിളിച്ചാലും കിട്ടുന്ന ആൾക്കാരാണ്. എല്ലാ സഹായം കിട്ടുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് അടിത്തറ നൽകിയത് നമ്മുടെ മാതാപിതാക്കളാണ്. കാരണം ഒരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു മൂത്ത മകൻ എന്ന നിലയിൽ. അതോടൊപ്പം തന്നെ ഉപ്പ ബോംബെയിൽ പോയി പ്രവാസ ജീവിതം നയിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടു. ഇന്ന് നമ്മോടൊപ്പം ഇല്ലെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ എത്രത്തോളമാണ് ബഷീർക്കാരുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? അവരെ പറ്റി പറയണത് നമ്മൾക്ക് എപ്പോഴും മനസ്സിന് ഭയങ്കര വേദനയാണ്. അവരില്ലല്ലോ എന്നുള്ളത്. അവരുള്ളപ്പോഴും നമ്മൾക്ക് ശരിക്കും ഒരു സെക്യൂരിറ്റി, നമ്മൾക്കൊരു എന്ത് കാര്യം പറഞ്ഞാൽ നല്ലൊരു ആൻസർ തിരിച്ച് കിട്ടും. അത് നമ്മൾ വിഷമിച്ചൊരു വാക്ക് പറഞ്ഞാൽ അതിന് തിരിച്ച് ഒരു സ്വാന്തനം, നല്ലൊരു മനസ്സിന് സമാധാനം കിട്ടുന്ന മറുപടി ആയിരിക്കും പ്രത്യേകിച്ച് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുക. കാര്യം മനസ്സൊന്ന് വിഷമിച്ച് നമ്മളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വരത്തിന് എന്തെങ്കിലും വ്യതിയാനമുണ്ടെങ്കിൽ ആദ്യം തിരിച്ചറിയുന്നത് നമ്മുടെ മാതാപിതാക്കളായിരിക്കും. അത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിക്കും കഴിയണമെന്നില്ല. കാര്യം ഒരു മകന്റെ അല്ലെങ്കിൽ ഒരു മകളുടെ വേദന എന്താണെന്ന് മുഖത്ത് നോക്കി പറയാൻ കഴിവുള്ള 2 പേർ മാതാപിതാക്കൾ തന്നെയാണ്. അത് പലരും ഇന്ന് മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാലഘട്ടത്തിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവന്നാക്കി. അത് നമ്മൾ ഇടയ്ക്ക് പത്രത്തിൽ കണ്ടു, ഗുരുവായൂർ ദർശനത്തിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിന്റെ നടയിൽ കൊണ്ടുപോയി ഒരു അമ്മയെ കളഞ്ഞിട്ട് പേപ്പറിൽ വായിച്ചു മാറിക്കളയുക. വിദ്യാസമ്പന്നരായ ആൾക്കാരുള്ള, സംസ്കാരമുള്ള ആൾക്കാരുള്ള നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു വലിയ കാര്യമാണ്. വളരെ മോശമായ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾ ഏത് ലോകത്തും ഒരിക്കലും ഒട്ടും വിജയിക്കില്ല. കാരണം അവരെ ഒരു സ്നേഹം, അവരൊരു ലാളന എല്ലാം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും നമ്മൾക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവും. എവിടെയും ഇനിയിപ്പോൾ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളില്ലാതെ വേറെ ലോകത്തേക്ക് പോകുന്ന സമയത്തായാലും നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ വേദഗ്രന്ഥങ്ങളിലും മാതാപിതാക്കൾക്ക് ഒരു പ്രഥമ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കൊടുത്തു. എല്ലാ പുരാണങ്ങളിലും എല്ലാ ഉപനിഷത്തുകളിലും മാതാപിതാക്കളുടെ സ്ഥാനത്തിനാണ് പ്രധാനം. അത് പലരും മനസ്സിലാക്കാതെ പോകുന്നു. സമ്പത്ത് വരുമ്പോൾ നമുക്ക് സമ്പത്ത് നേടുവാനുണ്ടായ സാഹചര്യങ്ങളെ മറക്കുന്ന ഒരു കാലഘട്ടം. അത് ശരിക്കും പ്രയാസം ഉണ്ടാവുന്നു. മാതാപിതാക്കൾ വൃദ്ധസ്ഥാനങ്ങളിൽ പോയി കഴിയേണ്ട കാലം അതല്ല. മാതാപിതാക്കൾ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ളത് ബോധം നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടാവണം. കാരണം അവരുടെ പ്രാർത്ഥനയാണ് നമ്മളെ ഉയരങ്ങളിലേക്ക് കൊണ്ടെത്തി. തീർച്ചയായിട്ടും അവർ നമ്മോടൊപ്പം ഇല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് അവരുടെ ബലം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബഷീർക്ക ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. 9 വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പ നമ്മളെ വിട്ടു പിരിഞ്ഞു. ഒരു 5-6 വർഷം മുമ്പ് ഉമ്മയും പോയി. കാരണം ജീവിച്ചിരിക്കുമ്പോൾ നൽകാത്ത സ്നേഹം മരണപ്പെട്ടിട്ട് നൽകിയിട്ട് കാര്യമില്ല. കാരണം അവർ ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു
അന്തരീക്ഷം സൃഷ്ടിക്കുക. അതെ അത് തന്നെയാണ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തുവാൻ പ്രധാന കാരണങ്ങളാവുന്നത്. അതെ അതെ കടജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ടുപേർ മാതാപിതാക്കൾ തന്നെ. തീർച്ചയായിട്ടും അത് 100% എനിക്ക് പറയാൻ കഴിയും. കാരണം എപ്പോഴും അവരെ എല്ലാ ദിവസവും എപ്പോഴും ഏത് സമയവും അവരെ മനസ്സിൽ അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓടിയെത്തും ഓരോ ദിവസവും. അതുപോലെ തന്നെ ഒരു ദിവസം പോലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്ട് ഉറങ്ങാറില്ല. അതാണ് എൻ്റെ ഒരു കാര്യം. പ്രത്യേകിച്ച് എൻ്റെ മദർ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഉപ്പാടെ മരണശേഷം പിന്നെ മദറായിരുന്നു. പിന്നെ ഉപ്പ കുറേ നാൾ ബോംബെയിലൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ മദറാണ് കൂടുതൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നതും സ്കൂളിൽ പോകുമ്പോഴും എല്ലാം ശ്രദ്ധിച്ചിരുന്നത് മദറായിരുന്നു. അപ്പോൾ സാധാരണ ഉമ്മാരോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലുണ്ടാവും. എന്ന പോലെ തന്നെ അതിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് ഉമ്മാടോടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മൂത്ത മകൻ എന്ന നിലയിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതെ അതെ അതെ. കാരണം ഒരുപക്ഷെ പടച്ച തമ്പുരാനെ അറിയുവാനും ഇവിടുത്തെ നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും വേർതിരിക്കാനുള്ള മനസ്സ് നമുക്ക് നൽകുന്നത് നമ്മുടെ മാതാവ് തന്നെ. തീർച്ചയായിട്ടും അതെ അതെ. ആദ്യമായിട്ട് നമ്മളെ അതിനുവേണ്ടി നിർബന്ധിക്കുന്നതും അത് വളരെ പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പടച്ച തമ്പുരാനുമായിട്ടുള്ള നമ്മുടെ അടുപ്പം, ആ ഒരു പ്രാർത്ഥന, ആ വിശ്വാസം നന്മ തിന്മകളെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നു. നന്മ ചെയ്താൽ നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടുമെന്നും തിന്മ ചെയ്താൽ അതിനനുസരിച്ചുള്ള ശിക്ഷ കിട്ടുമെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ജീവിത ശൈലി നമ്മൾ സമൂഹത്തിനോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ലോകത്തല്ല മറ്റൊരു ലോകത്തും സമാധാനം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. എത്രത്തോളമാണ് ആ ഒരു വിശ്വാസവും പ്രാർത്ഥനയും ബഷീർക്കായെ മുന്നോട്ട് നയിക്കുന്നത്? അത് വളരെയധികം സമാധാനം, സന്തോഷം എല്ലാം എനിക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ മാതാപിതാക്കൾ, അതുമാതിരി സർവശക്തൻ, എപ്പോഴും നമ്മൾ അതിനുള്ള പ്രാർത്ഥനകളും സർവശക്തൻ പറഞ്ഞ രീതിയിലുള്ള ജീവിത ശൈലി അതെൻ്റെ മാതാപിതാക്കളാണ്. എൻ്റെ ഗുരുനാഥന്മാരുണ്ട്, അതിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശൈലിയിലൂടെ, ആ രീതിയിലൂടെ പോകുന്നു. അതിനുള്ള സമാധാനം, സന്തോഷം എല്ലാം എനിക്ക്, സൗഖ്യം എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. എൻ്റെ കുടുംബത്തിനും കിട്ടുന്നുണ്ട്. അത് വിവാഹം കഴിച്ചിരിക്കുന്നത് എറണാകുളം അടുത്ത് കളമശ്ശേരി. സ്വന്തം അമ്മാവൻ്റെ മകളാണ്? സ്വന്തം അമ്മാവൻ്റെ മകളാണ്. വൈഫിൻ്റെ പേര് അഫ്സത്ത് എന്നാണ്. അഫ്സത്ത്. കുട്ടികൾ 2 മൂത്താള് ഷുഐബ്, നമ്മളെ ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനിയിൽ ഇൻറ്റീരിയർ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നു. അതെ. രണ്ടാമത്തെ ആള് ആഷിഖ് അഹമ്മദ്, പുള്ളി അവറോൺ സ്കൂളിൽ +2 പോകും. ബഷീർക്കായെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നു എന്നുള്ളത് പ്രധാനം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് സമയമാണ് വിഷയം. എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ തീരെ സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ് ക്ഷമിക്കണേ എന്ന് പറയുന്ന ഒരു ഫോൺ കോളെങ്കിലും ഒരു ദിവസം നമുക്ക് കിട്ടാതിരിക്കുന്നത്. പക്ഷെ അവിടെ ആ സമയത്തെ എല്ലാത്തിനും നമുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം. കാരണം നമ്മളൊരു സാമൂഹിക ജീവിയാണ്. ഈ സമൂഹത്തിൽ നിന്നാണ് നമ്മൾ എല്ലാം നേടിയത്. അപ്പോൾ ഈ സമൂഹത്തിന് നമ്മൾ റിട്ടേൺ എന്തെങ്കിലും കൊടുത്തിരിക്കണമെന്ന് തീർച്ചയായിട്ടും വേണം. അവശത അനുഭവിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ചുറ്റുമുണ്ട്. അവരെ കാണാതെ പോകുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ യഥാർത്ഥ മനുഷ്യത്വം നഷ്ടപ്പെടുന്നത്. എത്രത്തോളമാണ് അതിനു വേണ്ടിയുള്ള സമയം ബഷീർക്ക ചെലവഴിക്കുന്നത്? സാധാരണ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ഞാൻ ഫുള്ള് റെസ്റ്റ് എടുക്കാറ്. ഞാൻ ഓഫീസിലൊന്നും വരാറില്ല. ആ ദിവസങ്ങൾ കാലത്ത് കഴിയുന്നത് ഞാൻ എവിടെയും പോകില്ല. വീട്ടിൽ തന്നെ എല്ലാവരായിട്ടും വൈഫും മക്കളൊക്കെ ആയിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജുമാ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുമാതിരി വല്ല സാമൂഹിക രംഗത്തുള്ള കാര്യങ്ങളിൽ, ഇപ്പോൾ മാലിൽ ഇതിൻ്റെ കമ്മിറ്റിയുടെ കാര്യങ്ങളുണ്ടാവും. അതുപോലെ നമ്മളവിടെ നല്ലൊരു സ്ഥാപനമുണ്ട്, MIC, മാലിക് ബിൻ ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ ജില്ല ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ കീഴിൽ കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കയ്പമംഗലം ബ്രാഞ്ചിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും മിക്കപ്പോഴും ഉണ്ടാവാറുണ്ട്. ജുമ കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വെള്ളിയാഴ്ച മാറ്റി വെച്ചിരിക്കുന്നത് ഈ സാമൂഹിക പ്രവർത്തനം. അതെ അതെ. പക്ഷെ ഒരു രാത്രിയിലൊക്കെ ആയിരിക്കും വീട്ടിൽ തിരിച്ചു വരുന്നത്. തീർച്ചയായിട്ടും. ഇവിടെ ഒരു ബിസിനസ് കാര്യം മാത്രമല്ല കുടുംബം സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഇങ്ങനെ പോലെയുള്ള ഒരു സാമൂഹിക പ്രവർത്തനം ചെയ്യുന്ന കാര്യത്തിലും കുടുംബത്തിന്റെ തീർച്ചയായിട്ടും അവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. അത് ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇന്നൊരു 30 വർഷമായി ഈ പ്രവാസ ജീവിതം ആരംഭിച്ചിട്ട് ഈ കഴിഞ്ഞുപോയ ഈ കാലഘട്ടങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു?
എനിക്ക് വളരെ സന്തോഷമാണ്. അതിൽ കൂടുതൽ സർവശക്തനോട് നന്ദി പറയണം. കാരണം ഇന്ന് ഞാൻ ഇപ്പോൾ നിങ്ങളെ മുമ്പിലിരിക്കുന്ന ഒരു സീറ്റ് തന്നെ എനിക്ക് തന്നത് സർവശക്തനാണ്, ഈ രാജ്യമാണ്. കാരണം കുറേയൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെ നമ്മൾ ഇവിടെ വരുന്നതും ഇവിടെ നിന്നുള്ള കുറേ നാളുകൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഉയർച്ചയിലേക്ക് വന്നിട്ടുള്ളത്. വന്ന് എനിക്ക് 2 പാർട്ണർമാരെ കിട്ടി. അതിലൂടെ ഞാൻ സ്ലോവിലി കുറച്ച് ചെറുതായിട്ട് ഉയർച്ചയിലേക്ക് വന്ന് ഇന്ന് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ പോകുന്നു. അതിന് ഈ രാജ്യത്തോട് നമ്മൾ ഇവിടുത്തെ ഭരണാധിപന്മാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, അതിലുപരി പടച്ചവനോട്. തീർച്ചയായും ഈ രാജ്യം നമുക്ക് നൽകിയത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം വിദേശികളായ നമുക്ക് ഈ രാജ്യത്ത് വന്ന് സ്വാതന്ത്ര്യത്തോടെ സുരക്ഷിതത്തോടെ ജോലി ചെയ്യുവാനും ബിസിനസ് ചെയ്യുവാനുള്ള ഒരു അവകാശം നമ്മൾ തന്നു. തീർച്ചയായിട്ടും നമ്മളെ അംഗീകരിക്കാനുള്ള ഒരു വലിയ മനസ്സവർ തന്നു. ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ച് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ സ്പോൺസർമാരെ കാര്യം തന്നെ എടുക്കാം. എനിക്ക് എൻ്റെ കൂട്ടുകാരെ പോലെ തന്നെയാണ്. ഒരു കാര്യത്തിലും എന്തിന് കാര്യത്തിന് വിളിച്ചാലും, ഇനി നമ്മളെ ഫാമിലി കാര്യത്തിനായാലും ശരി, എന്തിന് കാര്യത്തിനായാലും ശരി വിളിച്ചാൽ വിളിപ്പാടകല അവരുണ്ട്. പിന്നെ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും അവരോട് പറയാം. ഒരു അർബാവ് അല്ലെങ്കിൽ ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു വിദേശി അല്ലെങ്കിൽ ഒരു ലോക്കൽ എന്നുള്ള സ്ഥിതിയിലൊന്നും നമ്മളോട് പെരുമാറാറേ ഇല്ല അവർ. ഇപ്പം നമ്മളൊരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ നമ്മൾക്ക് തരുന്ന സപ്പോർട്ട്, അതുപോലെ നമ്മൾക്ക് തരുന്ന അവർ ചെയ്തു തരുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ ചെയ്തു തരുന്നത് ഞാൻ വേറെ എവിടെയും ചെന്നിട്ട് എനിക്കത് കിട്ടാറില്ല. കാരണം നമ്മളൊരു വിസയ്ക്ക് പോയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് നമ്മളെ കയ്യിൽ വിസ കിട്ടണം. അത്രത്തോളം സംവിധാനങ്ങൾ ചെയ്ത് നമ്മളോട് നല്ലത് പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ച് എല്ലാ കാര്യങ്ങളിലും നമ്മളോട് പറഞ്ഞു തന്ന് നമ്മൾക്ക് സർവീസ് ചെയ്തു തരുന്നു. അതുപോലെ സെക്യൂരിറ്റി തരുന്നു. നമുക്ക് ഒരു 12 മണിയായാലും ശരി, 2 മണിയായാലും ശരി, നമ്മളെ വൈഫിനായാലും മക്കൾക്കായാലും എനിക്കായാലും എല്ലാത്തിനും എവിടെ പോയി എങ്ങനെ വേണമെങ്കിലും സഞ്ചരിക്കാം, ഒരു പ്രയാസമില്ല. ഒരു സുരക്ഷിതത്വമാണ് മനുഷ്യൻ ആദ്യം വേണ്ടത്. അത് ഈ രാജ്യം നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അത് വന്ന കാലം മുതൽക്കേ എനിക്ക് അനുഭവം കിട്ടുന്നുണ്ട്. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ വളരെ സെക്യൂറായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ഈ 30 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ കഴിഞ്ഞ 16 വർഷമായി ബിസിനസ് സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് താങ്കൾ. ഈ ഒരു ബിസിനസിന്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസ് ആണ്. നമ്മുടെ ജീവിതം ആരംഭിക്കുന്ന ഒരു എംപ്ലോയി ആയിട്ടാണ്. അബ്ദുൽ സമദ് എന്ന ഒരു വലിയ മനുഷ്യന്റെ മുമ്പിൽ ഒരു എംപ്ലോയി ആയിട്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടൈപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്ത താങ്കൾ ഇന്ന് ഈ നേട്ടങ്ങളെല്ലാം നേടിയത് ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് എല്ലാവരെയും വെറുക്കാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായതുകൊണ്ടാണ്. ഇന്ന് താങ്കളുടെ എംപ്ലോയീസ് എത്രത്തോളമാണ് താങ്കളുടെ പ്രസ്ഥാനത്തിന് വേണ്ടി? 100% നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ എംപ്ലോയീസും യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഏത് സമയത്ത് എങ്ങനെ വേണമെങ്കിലും അവർ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് അവരുടെ ഒരു വലിയ പിന്തുണ. തീർച്ചയായിട്ടും അവരുടെ പിന്തുണ ഇല്ലെങ്കിൽ നമുക്ക് ഒരിടത്ത് എത്തിച്ചേരാൻ ഒന്നും പറ്റില്ല. അത് തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് 100% നമ്മൾക്ക് എപ്പോഴും കിട്ടുന്നുണ്ട്. ഇന്ന് ഒട്ടനവധി കുടുംബങ്ങളെ സംരക്ഷിക്കാനുള്ള അവകാശം പടച്ച തമ്പുരാൻ ബഷീർക്കാക്ക് തന്നിരിക്കുന്നു. അവരുടെ പ്രാർത്ഥന, അവരുടെ ആ ഒരു വലിയ പിന്തുണ ഇന്ന് എല്ലാത്തിനും തീർച്ചയായിട്ടും ഉണ്ട്. ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. എത്രത്തോളമാണ് അത്? തീർച്ചയായിട്ടും ഉണ്ട്, വളരെയധികം. കാരണം എൻ്റെ സ്ഥാപനത്തിൽ കുറേ ആൾക്കാർ പാവപ്പെട്ട കുടുംബങ്ങളിലെ പാവപ്പെട്ട ഒരു ജോലി എടുക്കുന്നുണ്ട്. ഇതെല്ലാം അവരെ ഞാനിവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് കൊടുത്ത് അവരൊരു ടൈപ്പിസ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആക്കുകയോ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ഒരാൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിലല്ല കാര്യം. അതെ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു എംപ്ലോയ്മെന്റ് കൊടുത്ത് ലോങ് ടൈമിലേക്ക് അവനെ മാറ്റിയെടുക്കുക എന്നുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തനം. ഏറ്റവും വലിയ കാര്യം. ഒരാൾക്ക് ജോലി കൊടുക്കുക, ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വേതനം കൊണ്ട് അവന്റെ കുടുംബം രക്ഷപ്പെടുന്നു. അതെ, ആ കുടുംബത്തിന്റെ പ്രാർത്ഥന തീർച്ചയായും താങ്കൾക്കുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വളരെ കുറഞ്ഞ സമയം കൊണ്ട് വലിയൊരു വിജയം പടച്ച തമ്പുരാൻ താങ്കളുടെ കൈകൊണ്ട്. തീർച്ചയായിട്ടും അതെ. ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പ്ലാൻസ് ഇൻഷാ അല്ലാഹ് പല കാര്യങ്ങളും മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നും ഈ റെസ്റ്റോറൻറ്റ് മേഖലകളിൽ കടന്നിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്രാഞ്ചസ് ഒരു ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ടത്. അത് ശരിക്കും നമ്മളെ ഇന്ത്യൻ ഫുഡ്സ് അല്ല, അതൊരു ഫിലിപ്പീൻ ഫുഡ്സായിട്ടാണ്
ഉള്ള കൺസെപ്റ്റാണ്. അതെ കൺസെപ്റ്റാണ്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് വന്ന് ഇന്ത്യൻ ഫുഡ്സിന്റെ പിറകെ പോകുമ്പോൾ നമ്മൾ വളരെ വ്യത്യസ്തമായി മറ്റൊരു രാജ്യത്തിന്റെ കൾച്ചറും ഫുഡ്സും നമ്മൾ സെർവ് ചെയ്യാൻ പോകുക. അതൊരു പ്രത്യേകതയാണ്. അതെ അതെ. അപ്പോൾ അതിൻ്റെ ഒരു അങ്ങനെ ഉണ്ട്. പിന്നെ നമ്മളെ ഈ ID സെൻറ്റർ തന്നെ നമ്മൾ ഇനിയും ബ്രാഞ്ചസ് എവിടെയെങ്കിലും നമ്മളതും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെ തന്നെ, മറ്റുള്ള എമിറേറ്റ്സുകളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖോടുകൂടി എവിടെയെങ്കിലും നല്ല പ്ലേസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രാഞ്ചസ് തുടങ്ങും. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും, അതുപോലെ നമ്മളെ ഇത് ഇന്റീരിയർ ഡിസൈനിങ് അതിൻ്റെതും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പണിപ്പുരയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഓരോ സ്വപ്നങ്ങളുണ്ടാവും, ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്താൽ തീർച്ചയായും നമുക്കത് സാധിക്കും. ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക്. എന്തിനും നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടാവണം, ഒരു പോയിന്റ് ഉണ്ടാവണം ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുക. അതുകൊണ്ട് തന്നെയാണ് ID പോയിന്റ്. അതെ, ആ ഒരു പോയിന്റിലേക്ക് എത്തി നിൽക്കുന്നത്. ഇനിയും അത് കൂടുതലിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തന്നത്. താങ്ക് യു വെരി മച്ച്. Our next segment is the questionnaire round. കഴിഞ്ഞ എപ്പിസോഡിലെ ചോദ്യം, Dandiya was the popular dance form of which state? The correct answer is Gujarat. The question for today's episode is, who is the Iron Man of India? I repeat, ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതിന്റെ ശരിയായ ഉത്തരം ഇനി പറയുന്ന ഫേസ്ബുക്ക് പേജിൽ കമന്റ് ചെയ്യുക. ആ ഫേസ്ബുക്ക് ID Master Space Vision Space MFZE. I repeat, Master Space Vision Space MFZE. See you in the next episode.